നിലമ്പൂരിലെ ജനവിധി ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മണിയോടുകൂടി തന്നെ നിലമ്പൂർ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം വളരെ ചങ്കിടിപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. UDF, LDF, NDA മുന്നണികളെ കൂടാതെ മുൻ MLA PV അൻവറും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ തത്സമയ വിവരങ്ങൾ നമ്മൾ നൽകുന്നുണ്ടാവും. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുമ്പിൽ നിന്നും ശിവദാസ് കന്മനം, സാനു കെ സജീവ് എന്നിവർ ചേരുന്നു. ശിവദാസ് കന്മനത്തിലേക്ക്. ശിവദാസ്, വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ എത്തിത്തുടങ്ങിയോ? കൂടുതൽ വിവരങ്ങൾ. വിനോദെ, ചങ്കിടിപ്പോടെയാണ് കേരളം ഈ ഒരു വോട്ടെണ്ണലിനെ കാത്തിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷൻ. അതിനുശേഷം അസംബ്ലി മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് 2026 തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളരെ കുറച്ച് മാസങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പുകൾക്ക് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സെമി ഫൈനൽ കൂടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയായിട്ട് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ വളരെ കടുത്ത പ്രചാരണവും കടുത്ത മത്സരവും തന്നെയാണ് ഈ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അന്തിമ ദിവസം കൂടിയാണ് ഇന്ന്. കൃത്യമായി തന്നെ ഫലം അറിയുന്ന ഒരു ദിവസം കൂടിയാണ്. രാവിലെ 8 മണിക്ക് തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മാർത്തോമ ചുങ്കത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. 8:10 കൂടി വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. അതിന് തൊട്ട് മുൻപ് 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. ഏകദേശം 1403 പോസ്റ്റൽ ബാലറ്റുകൾ ആണ് ഉള്ളത്, വോട്ടുകളാണ് ഉള്ളത്. അതിനുശേഷം 8:10 കൂടി അല്ലെങ്കിൽ 8:15 കൂടി വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഫലത്തിൻ്റെ ആദ്യ സൂചനകളെല്ലാം തന്നെ വ്യക്തമാകും. വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. അതിനുശേഷം മൂത്തേടത്ത് അങ്ങനെ പോകുന്നു. ഏകദേശം 19 റൗണ്ടുകളിലായിട്ടാണ് വോട്ടുകൾ എണ്ണുക. ഏകദേശം 86 ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി ഇവിടെ സജ്ജമായിട്ടുണ്ട്. മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 900ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഉള്ളത്. ഇങ്ങനെ കൃത്യമായി തന്നെ എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് കേരളം നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകും ഇന്ന് ഉണ്ടാവുക. എന്തായാലും LDFനും UDFനും NDAയ്ക്കും മറ്റ് സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിനും എല്ലാം തന്നെ നിർണായകം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ഏകദേശം 3 ആഴ്ചയിൽ കൂടുതലായി കടുത്ത ഒരു പ്രചാരണം തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. കഴിഞ്ഞ 2 തവണ 2016-ലും 2021-ലും സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറാണ് നിലമ്പൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം രാജിവെച്ച് LDFുമായി പിണങ്ങി, അല്ലെങ്കിൽ LDFനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി സത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് PV അൻവർ രാജിവെച്ചു. അങ്ങനെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. അതിനുശേഷം PV അൻവർ UDFിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചെങ്കിലും UDFിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ കാരണം UDFിനുള്ളിലേക്ക് അല്ലെങ്കിൽ UDF പ്രവേശനം PV അൻവറിന് അസാധ്യമായി നിന്നു. അതിനുശേഷം PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ നിലമ്പൂരിൽ ഉണ്ടായി. പിന്നീട് മറുഭാഗത്ത് LDFും അതോടൊപ്പം തന്നെ UDFും ഇവിടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി. NDAയും അത്തരത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള മുൻപ് കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്ന, കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDAയ്ക്ക് വേണ്ടിയും മത്സരിക്കുന്ന ഇങ്ങനെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കളത്തിൽ ഉള്ളത്. ഏകദേശം 2,32,000 വോട്ടുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. അതിൽ 1,74,000 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. 75.87% ഇവിടെ പോളിംഗ് ശതമാനം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ 1,76,000 പേർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 96,000 സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിന് തന്നെയാണ്
തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കളം ഒരുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അന്തിമ ഫലം ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. ശക്തമായൊരു പോരാട്ടവും മത്സരവും തന്നെ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് അവരുടെ എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിലും UDF-ൻ്റേതാണെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ആണ് ഇവിടെ നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു അന്തിമ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൗലികവാദ ഒരു പ്രചാരണമാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഇവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് വലിയൊരു, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ന് പിന്തുണ നൽകിയത്. അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ വലത് സ്ഥാനാർത്ഥികൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചിരുന്നത്. അതോടൊപ്പം PDP-യുടെ കൃത്യമായ ോടെയാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ചിരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് രാഷ്ട്രീയ കേരളത്തിൽ വളരെ വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിലൊന്നും തന്നെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള മറ്റ് പല വിവാദ വിഷയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഒരു പ്രചാരണ രംഗത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം രാവിലെ 8 മണിയോടുകൂടി തന്നെ അതിൻ്റെ ഫലം പുറത്തു വന്നു തുടങ്ങും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. ശിവദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1400ഓളം പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ പിന്നീടാണ് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ ആരംഭിക്കുക. 19 റൗണ്ടുകളിലായിട്ടാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. 8 മണിക്ക് തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 7:30 മണിയോടുകൂടി തന്നെ സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. നമുക്കറിയാം, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വോട്ട് ചെയ്ത വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വീണ്ടും വയനാട് ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷമാണ് PV അൻവറിൻ്റെ രാജി. അതേ തുടർന്ന് വീണ്ടും വോട്ട് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ 75% ആളുകൾ വന്ന് അവർ ജനാധിപത്യത്തിൻ്റെ ആ ഉത്സവം ആഘോഷിക്കുക തന്നെ ചെയ്തു.